ആക്ഷേപ ഹാസ്യം സംസ്കൃത സാഹിത്യത്തിൽ എന്ന ഈ സെമിനാറിൽ മത്തവിലാസം എന്ന കൃതിയെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ഇതിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന്, ഇതൊരു സാഹിത്യകൃതിയായിട്ട് അധ്യയനം ചെയ്തു വരുന്ന ഒരവസ്ഥ. രണ്ട്, ഇത് സ്റ്റേജുകളിൽ അവതരിപ്പിക്കുന്ന മറ്റൊരവസ്ഥ. നമ്മുടെ കൂടിയാട്ട രംഗത്ത് വളരെയധികം ശ്രദ്ധയോടുകൂടി അഭിനയിച്ചു വരുന്ന ഒരു കൃതിയാണ് മത്തവിലാസം. ആ രണ്ട് ഭാഗങ്ങളും സ്പർശിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ഈ പ്രബന്ധം തയ്യാറാക്കിയിട്ടുണ്ട്. ഞാനത് വായിക്കാം. ഇടയ്ക്കൊക്കെ ആവശ്യമാകുന്ന പക്ഷം വിശദീകരണങ്ങൾ നൽകുകയും ചെയ്യാം എന്ന് വിചാരിക്കുന്നു. ദൃശ്യകാവ്യങ്ങളെ ദശരൂപകങ്ങളായി വിഭജിച്ചിരിക്കുന്നത് ഇതിവൃത്തം, നായകൻ, രസം എന്നീ ഘടകങ്ങളെ അവലംബിച്ചാണ്. രൂപകങ്ങളുടെ കൂട്ടത്തിൽ പ്രഖ്യാതമായ ഇതിവൃത്തം, ധീരോദാത്തനായ നായകൻ, ശൃംഗാരരസം എന്നീ മുഖ്യമായ അംഗങ്ങളെ സമഞ്ജസമായി സംയോജിച്ചിട്ടുള്ളതിനാൽ നാടകം പ്രഥമസ്ഥാനം അലങ്കരിക്കുന്നു. ധനഞ്ജയൻ എന്ന ആചാര്യനാണ് ഈ കലാരൂപങ്ങളെ ഇങ്ങനെ ആദ്യം വിഭജിച്ച് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ദശരൂപകങ്ങളുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അതിൽ ആ രൂപങ്ങളിൽ നാടകത്തിന് മുഖ്യസ്ഥാനവും കൊടുത്തു. അതൊക്കെ കഴിഞ്ഞ് പ്രഹസനം എന്നൊരാളെ അതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ പ്രഹസനത്തിന്റെ വിഭാഗത്തിൽ തന്നെ അദ്ദേഹം ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. അത് ശുദ്ധമായ പ്രഹസനമുണ്ട്, സങ്കീർണമായുള്ള പ്രഹസനമുണ്ട്. ഇനി അതൊന്ന് പറയാം. ഹാസ്യരസപ്രധാനമായ പ്രഹസനത്തിലാകട്ടെ മേലുദ്ധരിച്ച നിബന്ധനകളൊന്നും പ്രായേണ പാലിക്കപ്പെടാറില്ല. അതായത് ശൃംഗാരരസത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ധീരോദാത്തനെ കുറിച്ചോ ഒന്നും ഇവിടെ പരാമർശിക്കുന്നില്ല എന്നർത്ഥം. ശൃംഗാരാഭാസത്തിൻ്റെയോ അശ്ലീല പ്രസ്താവങ്ങളുടെയോ സ്പർശമേൽക്കാതെ പരിശുദ്ധവും വ്യംഗ്യപ്രാധാന്യം ഉൾക്കൊള്ളുന്നതുമായ പ്രഹസനം ശുദ്ധമെന്ന പേരിൽ അറിയപ്പെടുന്നു. വേശ്യ, വിടൻ, ധൂർത്തൻ, കുലട, നപുംസകം എന്നിവരെ അവലംബിച്ച് ആക്ഷേപഹാസ്യ പ്രധാനമായി പ്രയോഗിക്കുന്ന പ്രഹസനം സങ്കീർണം എന്ന് പറയപ്പെടുന്നു. ഇതിവൃത്ത വൈചിത്ര്യം കൊണ്ടും വ്യംഗ്യാർത്ഥങ്ങളുടെ വിരളത കൊണ്ടും സങ്കീർണ വിഭാഗത്തിൽപ്പെട്ട പ്രഹസനങ്ങൾ കാലക്രമേണ സാമാജികരിൽ എത്തുന്നത് വിരളമായി ഭവിച്ചു. ഭഗവതജുഗം, മത്തവിലാസം എന്നീ രണ്ടു പ്രഹസനങ്ങൾ കേരളീയ നാട്യവേദിയെ പ്രൗഢമാക്കുന്നതിന് സഹായിച്ചിട്ടുണ്ട്. ഈ രണ്ട് പ്രഹസനങ്ങളാണ് നമ്മുടെ കൂടിയാട്ട രംഗത്ത് ഇന്ന് അവതരിപ്പിച്ചു വരുന്നത്. ഭഗവതജുഗവും അതേപോലെ തന്നെ മത്തവിലാസവും എഴുതിയിട്ടുള്ളത് ബോധായനനാണ് എന്നൊരു പക്ഷമുണ്ട്. മഹേന്ദ്രവിക്രമനാണ് മത്തവിലാസത്തിന്റെ കർത്താവ് എന്ന് ആ ഗ്രന്ഥത്തിൽ കാണുന്നുമുണ്ട്. ചിലർ രണ്ടിന്റെയും കർത്തൃത്വം ഒരാൾക്ക് തന്നെ കൊടുക്കുന്നു, വേറെ ചിലർ മത്തവിലാസത്തെ മാറ്റി നിർത്തുന്നു. എന്തായാലും മത്തവിലാസത്തിന്റെ കർത്താവ് മഹേന്ദ്രവിക്രമനാണ് എന്ന് തെളിഞ്ഞിട്ടുള്ളതിനാൽ ആ പക്ഷം തന്നെയാണ് അംഗീകരിച്ച് വരുന്നത്. ഇനി ഈ ഭഗവതജുഗത്തിലെ അവതരണത്തിന്റെ ഭംഗി നോക്കുമ്പോൾ അതിൽ ഭഗവാൻ തന്നെ ഒരു അജ്ജുകയായിട്ട് രൂപം മാറുന്ന ചിത്രണമുണ്ട്. അതേപോലെ തന്നെ അജ്ജുക ഒരു താപസന്റെ വേഷത്തിൽ മാറുന്നുണ്ട്. അപ്പൊ നമ്മുടെ കലാരംഗത്ത് നമ്മളൊരു 10-30 വർഷം മുമ്പ് പരിചയപ്പെട്ട ഈ മണിച്ചിത്രത്താഴിലെ നാഗവല്ലിയെ പോലെയുള്ള ഒരു കഥാപാത്രം, വേഷം മാറുന്ന ഒരു കഥാപാത്രത്തെക്കുറിച്ച് ഏകദേശം AD 500 കാലഘട്ടത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നർത്ഥം. ഒരാൾ തന്നെ വേറൊരാളായി നിന്ന് സംസാരിക്കുന്ന, അയാളിലേക്ക് ആ കഥാപാത്രം മാറുന്ന ഒരവസ്ഥ ചിത്രീകരിച്ചതും ഫലിപ്പിക്കുന്നതുമായ ഒരു രൂപം ഭഗവതജുഗത്തിലുണ്ട്.
ഇത് ഏറ്റവും അധികം ഹാസ്യരസപ്രധാനമായുള്ള ഒരു പ്രഹസനമാണ്. അതുപോലെ തന്നെ മത്തവിലാസമാകട്ടെ, അത് സമൂഹത്തിലെ അനീതികൾക്ക് എതിരായിട്ട് സധൈര്യം പടവാളെടുത്തിട്ടുള്ള ഒരു കൃതിയാണ് എന്ന് പറയണം. കൃതിയുടെ പക്ഷത്ത് നിന്ന് നോക്കുമ്പോൾ, അവതരണത്തിന്റെ പക്ഷത്ത് നോക്കുമ്പോൾ അത് വേറൊരു സാധനമാണ്. ആ കാര്യം ഈ പ്രബന്ധത്തിൽ എഴുതിയിട്ടുണ്ട്, അത് വായിക്കാം. ആദ്യം കൃതിയെക്കുറിച്ച് ധാരണ ഉണ്ടായാൽ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. പല്ലവ രാജാവായിരുന്ന സിംഹവിഷ്ണുവിന്റെ പുത്രനായ മഹേന്ദ്രവിക്രമനാണ് മത്തവിലാസത്തിന്റെ കർത്താവ്. ഇദ്ദേഹത്തിന്റെ ഈ രാജാവ് പല്ലവ കലയുടെ ഒരു അധിപനായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇവര് വാസ്തുവിദ്യയിലും ശില്പകലയിലും അഗ്രഗണ്യനായ ഒരു വംശത്തെ പിന്തുടർന്നുള്ളവരായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സൗധങ്ങളും കെട്ടിടങ്ങളും അദ്ദേഹം നിർമ്മിച്ചിട്ടുള്ള സ്ഥാപനങ്ങളെല്ലാം തന്നെ ഈ കലയ്ക്ക് മാതൃകയായിട്ട് വന്നിട്ടുണ്ട്. വിചിത്രചിത്തൻ, അവനിഭാജനം, ചൈത്യകാരി, സത്യസന്ധൻ, ശത്രുമല്ലൻ എന്നീ ബിരുദങ്ങളാൽ സമലംകൃതനായ മഹേന്ദ്രവിക്രമൻ ദക്ഷിണ ഭാരതത്തിലെ ശില്പകലാമണ്ഡലത്തിൽ അദ്വിതീയനായി വർത്തിക്കുന്നു. പിതാവായ സിംഹവിഷ്ണുവിൽ നിന്ന് രാജ്യഭാരം ഏറ്റെടുത്ത മഹേന്ദ്രവിക്രമൻ അദ്ദേഹത്തിന്റെ സമയം AD 581 മുതൽ 630 വരെയാണ്. നിരവധി ശിലാലിഖിതങ്ങളിൽ ഉപാധികളോടെ സ്മരിക്കപ്പെടുന്നുണ്ട്. ഈ നാടകത്തിൽ തന്നെ സൂത്രധാരൻ പറയുന്ന ഒരു വാക്യം ഇപ്രകാരമാണ്: ഔദാര്യം, ദയ, കാന്തി, ബുദ്ധി, ധൃതി, തേജക്കലാ, കൗശലം, സത്യം, ശൗര്യം, അകൈതവം, വിനയമെന്നേവം ഗുണം സർവവും. ഈ കലിയുഗത്തിൽ ഒരു പ്രത്യേകതയാണ്, ഈ പറഞ്ഞ ഗുണങ്ങളൊന്നും ഒരു മനുഷ്യനും ഉണ്ടാവില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഗുണങ്ങളെല്ലാം കൂടി ചെന്ന് മഹേന്ദ്രവിക്രമനോട് അങ്ങ് ഞങ്ങളെ സ്വീകരിക്കണേ എന്ന് അപേക്ഷിച്ചു എന്നും ഇതിൻ്റെയൊക്കെ ഒരു ആശ്രയമായിട്ട് വർത്തിച്ചു എന്നുമാണ് ഈ സൂത്രധാരൻ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. അതായത് ഉദാര ചേതസ്സായിരുന്നു ഈ മഹേന്ദ്രവിക്രമൻ എന്ന് പറയുക. കിട്ടാതെ എങ്ങുമൊരാസ്പദം കലിയിലീ മന്നൻ അടുത്താശ്രയിച്ചെത്തുന്നു, പ്രളയത്തിൽ അച്യുതനയ സൃഷ്ടിപ്രഭേദങ്ങൾ പോൽ. പ്രളയത്തിൽ എപ്രകാരമാണോ സൃഷ്ടി ഭഗവാൻ വിഷ്ണുവിന്റെ അടുത്ത് ചെന്ന് സമീപിക്കുന്നത്, അതുപോലെ ഔദാര്യം, ദയ, കാന്തി, ബുദ്ധി എന്നീ ഗുണങ്ങളെല്ലാം ഈ രാജാവിനെ അഭയം പ്രാപിച്ചു എന്ന് പറയാം. പല്ലവ രാജാക്കന്മാർ ആസ്ഥാനമായി പരിഗണിച്ചത് കൃഷ്ണ കാവേരി നദികൾക്കിടയിലുള്ള കാഞ്ചി നഗരമാണ്. അതുതന്നെയാണ് ഈ മത്തവിലാസത്തിന്റെ രംഗഭൂമി. ഇനി ഈ കഥയെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവുമ്പോൾ അവർ പറയുന്നതിൽ നിന്നുള്ള ആക്ഷേപം മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഇച്ഛാനുസാരം മദ്യം ആസ്വദിക്കുകയും പ്രിയാമുഖം സഹർഷം വീക്ഷിച്ചു കൊണ്ടിരിക്കുകയുമാണ് മോക്ഷപ്രാപ്തിക്കുള്ള സുഗമമായ മാർഗമെന്ന് കരുതുന്ന കപാലിയും ദേവസോമയുമാണ് രംഗത്ത് പ്രത്യക്ഷപ്പെടുന്നത്. നാടകം തുടങ്ങുമ്പോൾ നല്ലതുപോലെ മദ്യപിച്ച് ആടിക്കൊണ്ട് വരുന്ന 2 കഥാപാത്രങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അത് ക്ഷേത്രത്തിലാണെങ്കിൽ പോലും ഇതുപോലെയാണ് അവതരിപ്പിക്കുന്നത് എന്ന് ഓർക്കണം. കുറച്ചൊക്കെ വ്യത്യാസമുണ്ട് പറയാം. മതോന്മത്തനായ കപാലിയുടെ ദർശനത്തിൽ വർദ്ധിത സൗന്ദര്യത്തോടു കൂടിയ ദേവസോമ ഈ അവസ്ഥയെ പ്രാപിച്ചത് തപോനുഷ്ഠാനത്തിന്റെ ഫലമാണെന്ന് കരുതുന്നു. അതായത് ദേവസോമയ്ക്ക് ഇത്രയും സൗന്ദര്യം ഉണ്ടാവാൻ കാരണം തപസ്സാണ് എന്നാണ് അവർ വിശ്വസിച്ചത്. ഇവർ പ്രതിനിധാനം ചെയ്യുന്ന വിശ്വാസ സംഹിത എന്ന് വെച്ചാൽ കാപാലിക മതമാണ്. ശൈവിസത്തിലുള്ള ഒരു വിഭാഗരാണ് കാപാലികന്മാർ. അവരുടെ അടയാളമായിട്ട് അവർ കയ്യിൽ കൊണ്ട് നടക്കുന്നതാണ് ഒരു കപാലം. ആ ധർമ്മ അവലംബികളായ ഈ 2 പേരും അവരുടെ ജീവിതം വളരെ സിമ്പിളാണ്, ചാർവാകനേക്കാൾ ഹൃദ്യമാണ്. എല്ലാ ദിവസവും രാവിലെ ഒരു മദ്യശാലയിൽ നിന്ന് അടുത്ത മദ്യശാലയിലേക്ക് പോവുക, മദ്യം സുഖമായിട്ട് ആസ്വദിക്കുക, സുഖമായിട്ട് പാട്ടുപാടുക, ഡാൻസ് ചെയ്യുക, റോട്ടിൽ കൂടി അലഞ്ഞു തിരിഞ്ഞ് സുഖമായിട്ട് ജീവിക്കുക എന്നുള്ളതായിരുന്നു ഈ കാപാലികരുടെ ഒരു ജീവിത വീക്ഷണം. അതിന്റെ പ്രതിനിധിയായിട്ടാണ് ഇവർ വരുന്നത് എന്നർത്ഥം. തുടർന്ന് മദ്യപിച്ചുകൊണ്ട് നഗരത്തിലൂടെ അലയുന്ന അവരുടെ ഭിക്ഷാകപാലം നഷ്ടപ്പെടുന്നു.
മറ്റൊരിടത്തു നിന്ന് ഭിക്ഷ സ്വീകരിക്കേണ്ട അവസരം വന്നപ്പോഴാണ് ഈ നഷ്ടവൃത്താന്തം രണ്ടാളും ഗ്രഹിക്കുന്നത്. ഉടനെ തന്നെ കപാലി പറയുന്നത് ആ കപാലം ഏതെങ്കിലും ബുദ്ധഭിക്ഷുവോ നായയോ എടുത്തതാകാം എന്നാണ്. ഈ ഒരു വാക്യത്തിൽ നല്ല ഒരു ചാട്ടുളി പോലെയുള്ള ഒരു കാര്യം കിടക്കുന്നുണ്ട്. അത് ബുദ്ധിസത്തിനെതിരായിട്ടുള്ളതാണ്. ഒന്നുകിൽ എൻ്റെ ഈ കപാലം മോഷ്ടിച്ചത് ഒരു നായയാവാം, അല്ലെങ്കിൽ ഒരു ബുദ്ധഭിക്ഷു ആവാം എന്നാണ് അദ്ദേഹത്തിന്റെ പരാമർശം. അവരോടുള്ള നീരസത്തിനെ കടക്കിൽ വെച്ചിട്ടുള്ളതാണ് പ്രയോഗം എന്നർത്ഥം. ബുദ്ധസന്യാസിമാരുടെ അധാർമിക പ്രവർത്തനങ്ങളിലേക്ക് സാമാജികനെ കൊണ്ടെത്തിക്കുന്നത് ഈ പരാമർശമാണ്. ഈ അവസരത്തിൽ സഹധർമ്മചാരിണിയായ ദേവസോമ ഉപാഹൃതമായ ഭിക്ഷ സ്വീകരിക്കുന്നത് അധർമ്മമാണെന്നും ഉള്ളു പൊള്ളയായ കാളക്കൊമ്പിൽ അത് സ്വീകരിക്കാമെന്നും ഓർമ്മിക്കുന്നു. എല്ലാ സ്ഥലത്ത് ചെന്നാലും ഭിക്ഷ സ്വീകരിക്കാനാണ് ഈ കപാലം ഉപയോഗിക്കുക. അത് കയ്യിലില്ലാത്തത് കൊണ്ടാണ് സ്വീകരിക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോ ഭക്തി പറഞ്ഞു കൊടുക്കുകയാണ്, അതിനൊരു എളുപ്പ വഴിയുണ്ട്, നമുക്ക് ഈ ഗോശൃംഗം കൊണ്ട് അത് സ്വീകരിക്കാം എന്ന് പറയുന്നു. ദാനം കിട്ടിയത് നിരസിക്കരുത് എന്ന് പറഞ്ഞ് അവിടെ നിന്നും ഈ മദ്യം ആസ്വദിച്ച് സുഖിച്ചിരിക്കുമ്പോഴാണ് അടുത്ത കഥാപാത്രം വരുന്നത് എന്നർത്ഥം. തെരുവുകൾ തോറും ആർത്തുല്ലസിച്ച് സഞ്ചരിക്കുന്ന ഇവർ ധനദാസൻ എന്ന ശ്രേഷ്ഠയുടെ ഭവനത്തിൽ നിന്ന് സമൃദ്ധമായി ഭിക്ഷ ആസ്വദിച്ച് പുറത്തിറങ്ങി വരുന്ന ബുദ്ധസന്യാസിയെ കാണുന്നു. നാഗസേനൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഒരു വിചിത്ര കഥാപാത്രമാണ്. കാഷായ വസ്ത്രാവൃതനായ അയാൾ കപാലം ഒളിപ്പിച്ചിരിക്കുന്നു എന്ന് ഊഹിക്കുന്ന കപാലി നാഗസേനനെ തടഞ്ഞു നിർത്തി കപാലം ആവശ്യപ്പെടും. അപ്പോ ബുദ്ധ സന്യാസിയായ ഇദ്ദേഹം ഏതോ ഒരു ധനികനായ സ്വർണ വ്യാപാരിയുടെ വീട്ടിൽ നിന്ന് സമൃദ്ധമായിട്ട് ഭക്ഷണം കഴിച്ചു വരുമ്പോഴാണ് ഈ ദേവസോമയുടെ മുമ്പിലും അഥവാ സത്യസോമന്റെ മുമ്പിലും വന്ന് പെടുന്നത്. ഉടനെ ഇയാളായിരിക്കും അത് മോഷ്ടിച്ചത് എന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തുകയാണ് ചെയ്യുന്നത്. വാക്കേറ്റം മൂത്ത് ദേഹോപദ്രവത്തിലേക്ക് നീങ്ങുകയും ചെയ്യും. ഇതിനിടെ ദേവസോമ നിലത്ത് വീഴുന്നുണ്ട്. നിലത്ത് വീണ് കരയുന്ന ഇവരുടെ അടുത്തേക്കാണ് ബഭ്രുകൽപ്പൻ എന്ന പാശുപതൻ വരുന്നത്. ഇയാൾക്ക് ബുദ്ധസന്യാസിയോട് മുമ്പേ തന്നെ വിരോധമുണ്ട്. തൻ്റെ പ്രേയസിയായിരുന്നവളും ഇപ്പോൾ സത്യസോമനോടൊപ്പം ജീവിക്കുന്നവളുമായ ദേവസോമയെ പുല്ലുകൊടുത്ത് പശുവിനെ ആകർഷിക്കുന്നത് പോലെ ഈ ബുദ്ധസന്യാസി വശത്താക്കാൻ ശ്രമിക്കുകയെന്നാലാണ് പാശുപതന് ക്രോധം. ഇപ്പൊ 3 കഥാപാത്രങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നു. സത്യസോമനുണ്ട്, നാഗസേനനുണ്ട്, അതുപോലെ ഈ പറയുന്ന പാശുപതനും ഉണ്ട്. തുടർന്ന് ഈ കലഹത്തിൽ മധ്യസ്ഥനായ പാശുപതന് നാഗസേനൻ തന്റെ കപാലം കാണിച്ചു കൊടുക്കുന്നു. അതിൽ നിറത്തിനൊരു വ്യത്യാസമില്ല, എന്റേത് തന്നെയാണ് എന്ന് അയാൾ ബോധ്യപ്പെടുത്തിയാലും നമ്മുടെ കപാലിക്ക് അതിൽ വിശ്വാസം വരുന്നില്ല. നിറത്തിനും ആകൃതിക്കും മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്ന് അറിയിച്ചപ്പോൾ കപാലി ബൗദ്ധസംഘത്തെ ഒന്നടങ്കം മായാസന്തതികളാണെന്ന് ആക്ഷേപിക്കുന്നു. വഴക്ക് തീർക്കാൻ പോംവഴികൾ കാണാതെ അധികൃത സ്ഥാനങ്ങളെ അഥവാ ന്യായാലയങ്ങളെ ആശ്രയിക്കുകയാണ് അഭികാമ്യമെന്ന് ബഭ്രുകൽപ്പൻ നിർദ്ദേശിക്കുന്നുണ്ട്. ന്യായാധീശന്മാരെ സ്വാധീനിക്കാൻ കഴിവുള്ളവരാണ് സന്യാസിമാരെന്ന് പറഞ്ഞ് തൻ്റെ കപാലം ഉപേക്ഷിക്കാൻ ഒരുങ്ങുകയാണ് കപാലി. ഇവിടെയാണ് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ന്യായ മന്ദിരങ്ങളോട് സാധാരണ ജനങ്ങൾക്കുണ്ടായിരുന്ന വിശ്വാസം, അത് നമ്മുടെ ജീവിതത്തെ ഭാസുരമാക്കുമെന്നുള്ള പ്രതീക്ഷ, ആ പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു കപാലിയെ നമ്മുടെ മഹേന്ദ്രവിക്രമൻ അന്ന് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ നടന്ന ചില സംഭവങ്ങൾക്ക് ന്യായാലയങ്ങൾ എടുത്ത നിലപാടിനോട് വിരോധമുള്ളവർ ധാരാളം ഉണ്ട് എന്ന് നമുക്കറിയാം. ഇത് വിമർശിക്കപ്പെടേണ്ടതാണ് എന്നും നമുക്കറിയാം. അന്നേ തന്നെ ഇതൊക്കെ വിമർശിച്ചിരുന്നു എന്നുള്ളതാണ് സംസ്കൃത സാഹിത്യത്തിന്റെ ഒരു ദീർഘവീക്ഷണം എന്ന് തീർച്ചയായും പറയാൻ കഴിയും. ന്യായാധീശന്മാരെ സ്വാധീനിക്കാൻ കഴിവുള്ളവരാണ് സന്യാസിമാരെന്ന് പറഞ്ഞ് തൻ്റെ കപാലം ഉപേക്ഷിക്കാൻ ഒരുങ്ങുകയാണ് കപാലി. ഈ അവസരത്തിൽ
നായ കടിച്ചു കൊണ്ടുപോയിരുന്ന ഒരു ഭിക്ഷാപാത്രം കൈവശപ്പെടുത്തി നഗരത്തിന്റെ മാലിന്യ കൂമ്പാരത്തിന് തുല്യനായ ഒരു ഭ്രാന്തൻ പ്രത്യക്ഷപ്പെടുന്നു. അയാളിൽ നിന്ന് തന്ത്രപൂർവം കപാലി അത് കൈക്കലാക്കുന്നു. ഇപ്രകാരം കപാലി എന്ന പേരിന് ആധാരമായ കപാലം തിരിച്ചു കിട്ടിയതിനാൽ സന്തുഷ്ടരായ കപാലിയും, മോഷണം എന്ന അധർമ്മം അനുഷ്ഠിച്ചില്ലെന്ന് നാഗസേനനും, ദേവസോമ സുരക്ഷിതയാണല്ലോ എന്നോർത്ത് ബഭ്രുകൽപ്പനും പ്രസന്നരായി ഈ പ്രഹസനം ഭരതവാക്യത്തോടെ സമാപിക്കുന്നു. ചെറിയ ചില സംഭവങ്ങൾ മാത്രം, അതിൽ ഒരു കപാലത്തെ ചുറ്റിപ്പറ്റിയുള്ള കലഹവും അതിന് ഏൽക്കേണ്ടി വരുന്ന പരിഹാസങ്ങളും ആണ് മുഖ്യമായിട്ടും അവതരിപ്പിച്ചിട്ടുള്ളത്. ഓരോരുത്തരുടെയും സംഭാഷണത്തിൽ ഒളിമിന്നുന്ന ഹാസ്യശകലങ്ങളാണ് ഇതിനെ പരിപൂർണമായ പ്രഹസനത്തിൽ കൊണ്ടുചെന്നെത്തിക്കുന്നത്. ദീർഘകാലത്തെ കഠിനമായ വ്രതചര്യ കൊണ്ടും ഉപാസന കൊണ്ടും യാതൊരു അപൂർവ ഫലത്തെയാണോ മുനിപ്രവരന്മാർ കാക്ഷിച്ചിരുന്നത്, അത് ഭോഗാനുഭവത്താലും ആസ്വദിക്കാമെന്ന സത്യസോമന്റെ വാക്യം വിഭിന്ന ദർശനങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതോടൊപ്പം ദാർശനികന്മാരുടെ അപക്വ മനസ്സും പ്രകടമാക്കുന്നുണ്ട്. നമ്മളിപ്പോ വേദാന്തികളൊക്കെ ആണെങ്കിൽ ജ്ഞാനം, അതിലൂടെ ബ്രഹ്മസത്യം, ജഗന്മിഥ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോക്ഷത്തിന് വേണ്ടിയുള്ള വഴികൾ അന്വേഷിക്കുന്നു. ഭക്തന്മാർ ഒരു വഴി നോക്കുന്നു, നൈയായികന്മാർ മറ്റൊരു വഴി ഉപേക്ഷിക്കുന്നു. ഇവിടെയൊക്കെ കഠിനമായ പ്രയത്നം കൊണ്ടും പലതും ത്യജിച്ചുകൊണ്ടുമാണ് അത് നേടുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ കപാലി പറയുന്നത് അതൊന്നുമല്ല, അതൊക്കെ നമ്മുടെ കരണ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അനുഭവിച്ചു തീർക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് സമർത്ഥിക്കുന്നത്. അനതിശയമനന്തം സൗഖ്യം അപ്രത്യനീകം സമധിഗത സമത്വാ മേനിരേയൻ മുനീന്ദ്ര. സംസ്കൃതത്തിന് തർജ്ജമയും കൂടി ഉണ്ട്, അപ്പൊ വേഗം മനസ്സിലാവും. അതിരുമെതിരുമില്ലാതെന്തിടും നിത്യസൗഖ്യം മുനികൾ അറിവെഴുന്നോർ കണ്ടറിഞ്ഞുള്ളതെന്തോ, അതഖിലം ഇവിടെയും കാണും ആശ്ചര്യമൊന്നുണ്ടുടലതിലുണ്ണാം കാമഭോഗങ്ങളായിത്താൻ. തങ്ങളുടെ കാമപൂർത്തി കൊണ്ടും തങ്ങളുടെ ശരീരം കൊണ്ട് ഈ പറയുന്ന പരമമായ എല്ലാ ആനന്ദവും അനുഭവിക്കാമെന്നും ആനന്ദമാണ് ജീവിതമെന്നും അത് ശരീരത്തിലൂടെ സിദ്ധിക്കുന്നതാണ് എന്നും പറയുമ്പോൾ ഇതിൽ നിന്ന് ഭിന്നമായി ചിന്തിച്ച വേദാന്ത സാഖ്യാദികളൊക്കെ അവിടെ പരിഹാസത്തിന് ശരവ്യരാവുന്നുണ്ട്. കാഞ്ചീപുരത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ കണ്ട ഒരു മധ്യമന്ദിരത്തെ യജ്ഞശാലയോടാണ് കപാലി ചേർത്തു വെക്കുന്നത്. യാഗം എന്നുള്ളത് ഈ ബ്രാഹ്മണ പൗരോഹിത്യത്തിന്റെ അടയാളങ്ങളായിട്ട് പണ്ടുകാലം മുതൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അവിടെ ഉപയോഗിക്കുന്ന മന്ത്രങ്ങൾ, അവിടെയുള്ള ഋത്വിക്കുകൾ, യജമാനന്മാർ, അധ്വര്യ എന്നൊക്കെ പറയുന്ന ആൾക്കാര്, അവരൊക്കെ ചൊല്ലുന്ന മന്ത്രങ്ങളും അവിടെ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, ഇതെല്ലാം ഓരോന്നോരോന്നായിട്ട് നമ്മുടെ കപാലി നോക്കിക്കാണുകയും അതിനെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ്? ഈ മദ്യശാലയിൽ യൂപത്തിന്റെ സ്ഥാനത്ത് സ്തൂപമുണ്ട്, ഒരു കൊടി അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് എന്നർത്ഥം. സോമരസത്തിന് സമാനമായി മധുര കാണുന്നു. മദ്യപന്മാർ കർമ്മികളെ പോലെ പ്രവർത്തിക്കുന്നു. ചമസങ്ങൾക്ക് പകരം ചട്ടികളുണ്ട്. മാംസക്കറികളാണ് ഹോമദ്രവ്യങ്ങൾ. മത്തുപിടിച്ച് പറയുന്ന വാക്കുകൾ മന്ത്രങ്ങളാകുന്നു. സ്രുവങ്ങൾ കയ്യിലുകളാണ്. കൊതിയൊന്നു മാത്രമാണ് അഗ്നി. ഇതിന്റെ ഉടമസ്ഥനാവട്ടെ യജമാനനും. യാഗശാലയ്ക്കും യജമാനനുണ്ട്, മദ്യശാലയ്ക്കും യജമാനനുണ്ട്. അവിടെയും പാട്ടുണ്ട്, ഇവിടെയും പാട്ടുണ്ട്. അവിടെയും നൃത്തമുണ്ട്, ഇവിടെയും നൃത്തമുണ്ട്. അവിടെയും കയ്യിലുകളുണ്ട്, ഇവിടെയും കയ്യിലുകളുണ്ട്. അവിടെയും മദ്യം, ഇവിടെയും മദ്യം. യാഗശാല സമം മദ്യശാല എന്ന് കപാലി ഒരു ഉദാഹരണ സഹിതം സമർത്ഥിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഏത് മേധാവിത്വത്തെയാണ് വെല്ലുവിളിക്കുന്നത് എന്ന് ഒരു സംശയവും കൂടാതെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. വൈദിക സംസ്കൃതിയുടെ അവശിഷ്ടങ്ങളായ യജ്ഞസംസ്കാരം കപാലിയുടെ വാക്കിലൂടെ വ്യക്തമാകുമ്പോൾ ചാർവാക ദർശനത്തിന്റെ പ്രഭാവവും ദർശിക്കാവുന്നതാണ്. തുടർന്ന് ഒരിടത്ത് ഈ കപാലി മധുരയെ ഭഗവതിയായി ചിത്രീകരിക്കുന്നുണ്ട്. ഈ മധുരാ ഭഗവതിയെ പാത്രത്തിൽ ഒഴിച്ചാൽ പിന്നെ അലങ്കാരമൊന്നും വേണ്ട.
പ്രണയകോപം ഉടനെ തീരും. യൗവനത്തിന്റെ പരാക്രമം ആരംഭിക്കും. ശൃംഗാര വിലസിതങ്ങൾക്ക് ജീവൻ വരും. എന്തിനധികം? മിഥ്യാ ത്രിലോചന വിലോചന പാവകേന ഭസ്മീകൃതം മദനമൂർത്തി ഉദാഹരന്തി സ്നേഹാത്മിക തദഭിതാപവശാദ് നിലീനാസേയം പ്രിയേ മദയതി പ്രസഭം മനാംസി. വാസ്തവത്തിൽ കാമദേവനെ ശിവൻ ഭസ്മമാക്കി എന്ന് പറയുന്ന ഒരു കള്ളക്കഥയാണ്. ഇത് ലേശം അകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഈ കാമൻ എത്രത്തോളം ഭദ്രനായിട്ടാണ്, ശക്തിമാനായിട്ടാണ് ഇറങ്ങി വരുന്നത് എന്ന് ബോധ്യമാവും എന്ന് പറയുന്ന ഈ പദ്യം. ബുദ്ധഭിക്ഷുവായ നാഗസേനന്റെ ധർമ്മസങ്കടം ഈ ബുദ്ധസന്യാസിമാർക്ക് സുരാപാനവും സ്ത്രീ പരിഗ്രഹവും നിഷിദ്ധമാണല്ലോ എന്നതിലാണ്. ഇദ്ദേഹം ഭോജനം നന്നായിട്ട് ഊണ് കഴിച്ച് ഇറങ്ങി വരുമ്പോൾ പറയുന്ന ഒരു വാക്യം ഇതാണ്: എന്താണെന്ന് അറിയില്ല, നമ്മുടെ ആചാര്യൻ ഗ്രന്ഥങ്ങളിലൊന്നും ഇത് രണ്ടും എഴുതി വെച്ചിട്ടില്ല. അതായത് സ്ത്രീ സേവയെക്കുറിച്ചോ സുരാപാനത്തെക്കുറിച്ചോ എഴുതി വെച്ചിട്ടില്ല. തീർച്ചയായിട്ടും അദ്ദേഹം അത് എഴുതിയിട്ടുണ്ടാവും. പക്ഷേ ഇതിനോട് വിരോധമുള്ള വൃദ്ധന്മാരായ സന്യാസിമാര് ആ വരി എന്ത് ചെയ്തിട്ടുണ്ടാവും? എടുത്തു കളഞ്ഞിട്ടുണ്ടായിരിക്കും. അത് പകർത്തിയ പുസ്തകം നശിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് മൂലകൃതി ഒന്ന് കണ്ടുപിടിച്ച് പ്രകാശിപ്പിച്ച് അടുത്തു വരുന്ന സന്യാസിമാർക്ക് അനുഗ്രഹം ചെയ്യാനാണ് എൻ്റെ പ്രയത്നം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇയാൾ സ്റ്റേജിലേക്ക് വരുന്നത്. യുവാക്കളോട് അസഹിഷ്ണുത പുലർത്തുന്ന വൃദ്ധ സന്യാസികൾ ഈ നിർദ്ദേശങ്ങളടങ്ങിയ ഭാഗം നശിപ്പിച്ചതാവാനേ തരമുള്ളൂ. അതിനാൽ നഷ്ടപ്പെട്ടു പോയ ആ ഗ്രന്ഥാക്ഷരങ്ങളെ കണ്ടെടുത്ത് ബുദ്ധസംഘത്തെ അനുഗ്രഹിക്കുകയാണ് എൻ്റെ ലക്ഷ്യം എന്ന് നാഗസേനൻ പറയുന്നു. പരമകാരുണികേന ഭഗവതാ തഥാഗതേന പ്രാസാദേഷു വാസഃ സുവിഹിതഃ ശയ്യേഷു പര്യങ്കേഷു ശയനം പൂർവാഹ്നേ ഭോജനം അപരാഹ്നേ പാനകാനി പഞ്ചഗന്ധോപഹിതം താംബൂലം ശ്ലേഷ്ണവസന പരിധാന ഇത്യേതൈഹി ഉപദേശൈഹി ഭിക്ഷുസംഘസ്യ അനുഗ്രഹം കുർവത കിം नु ഖലു സ്ത്രീ പരിഗ്രഹഃ സുരാപാനവിധാനം ന ദൃഷ്ടം അഥവാ സർവജ്ഞഃ കഥമേതത് ന പശ്യതി അവശ്യം ഏതൈഹി ദുഷ്ടബുദ്ധസ്തവിരൈഹി നിരുത്സാഹൈഃ അസ്മാകം തരുണജനാനാം മത്സരേണ പിടകപുസ്തകേഷു സ്ത്രീ സുരാപാന വിധാനാനി പരാമൃഷ്ടാനീതി തർക്കയാമി കുത്ര नु ഖലു അവശിഷ്ട മൂലപാഠം സമാസാദേയം തതഃ സമ്പൂർണം ബുദ്ധവചനം ലോകേ പ്രകാശയൻ സംഘോപചാരം കരിഷ്യാമി. നഷ്ടപ്പെട്ടു പോയ ആ ഗ്രന്ഥത്തിന്റെ പകർപ്പ് കണ്ടെടുത്ത് ബുദ്ധസംഘത്തെ അനുഗ്രഹിക്കാൻ ആണ് എൻ്റെ പുറപ്പാട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരിടത്ത് കപാലിയും നാഗസേനനും വഴക്കിടുമ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ സുരക്ഷ ദീർഘദർശനം ചെയ്ത് ആണ് ഭഗവാൻ മുണ്ടനവിധി നടപ്പാക്കിയത് എന്നത്രേ നാഗസേന വാക്യം. അതും പരിഹാസത്തിന്റെ ഒരു തെളിവാണ്. ബുദ്ധൻ തല മുണ്ടനം ചെയ്യണമെന്ന് പറഞ്ഞത് ഏതെങ്കിലും സന്ദർഭങ്ങളിൽ കയ്യേറ്റം നടക്കുകയാണെന്ന് വെച്ചാൽ തലമുടിയിൽ പിടിച്ചിട്ടൊന്നും അവരെന്ത് ചെയ്യരുത്, നമ്മളെ ദ്രോഹിക്കാൻ ഇടവരരുത് എന്നാണ് കപാലി പറഞ്ഞു കൊടുക്കുന്നത്. അഹോ ബുദ്ധസ്യ വിജ്ഞാനം ഏന മുണ്ടനം ദൃഷ്ടം. ബുദ്ധസന്യാസിയുടെ മാറാപ്പിൽ നിന്ന് കണ്ടെടുത്ത കപാലത്തിന്റെ ആകൃതിയിലും നിറത്തിലുമുള്ള മാറ്റം അവർ ബുദ്ധഭിക്ഷുകൾ മായാസന്തതികളാണല്ലോ എന്ന നിരീക്ഷണത്തിലൂടെയാണ് സാധൂകരിക്കുന്നത്. പുറത്തകത്തും മങ്ങാത്തമായം പൂശി ഒരങ്ങയിൽ വന്നുപെട്ടാൽ കപാലത്തിൻ നിറം മാറാതിരിക്കുമോ? ഈ ഉള്ളു മുഴുവൻ കറുപ്പായ അങ്ങയുടെ അടുത്ത് എന്ത് സാധനം വന്നാലും അന്നങ്ങ് അത് കറുപ്പാക്കാൻ ഒട്ടും മടിക്കില്ലല്ലോ എന്ന് ചോദിക്കുന്നു. ബഭ്രുകൽപ്പന്റെ നിർദ്ദേശമനുസരിച്ച് വിധി സമ്പാദിക്കാൻ ന്യായാലയത്തെ ശരണം പ്രാപിക്കാമെന്ന് ദേവസോമയോട് പറയുമ്പോൾ അവർ ഇപ്രകാരം പറയുന്നു:
അനേകം ബുദ്ധവിഹാരങ്ങളിലെ ഭണ്ഡാരങ്ങളിൽ വന്നടിയുന്ന ധനം കൊണ്ട് ന്യായാധിപന്മാരുടെ മുഖം സംതൃപ്തമാക്കാൻ ഇവർ ബുദ്ധസന്യാസികൾ പോന്നവരാണ്. അതാണ് വളരെ പ്രസക്തമായുള്ള വാക്യാണത്. അതായത് ധർമ്മത്തിന്റെ പേരിൽ നിലകൊള്ളുന്ന സ്ഥാപനങ്ങളിൽ കുമിഞ്ഞുകൂടുന്ന ധനം ഉപയോഗിച്ചുകൊണ്ട് ന്യായാധീശന്മാരുടെ വായ അടപ്പിക്കാൻ ഇവർക്ക് സാമർഥ്യമുണ്ട് എന്ന് ഈ മദ്യപിച്ച് നടക്കുന്ന ഈ കപാലി ഒരു പച്ച പരമാർത്ഥം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് അത് കേട്ട ആള് പറഞ്ഞു കൊടുക്കുകയാണ്, അങ്ങനെയല്ല, അങ്ങനെയൊക്കെ ആണെങ്കിലും അവിടെയും ധർമ്മത്തിന് കോട്ടം വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ന്യായാധിപന്മാരുണ്ട് എന്ന് തിരിച്ചറിയണം എന്നാണ് അവിടെ പറയുന്നത്. നോക്കാം. ഏഷ പുനരേ അനേക വിഹാര സമധിഗത വിത്തസഞ്ചയ യഥാകാമം അധികരണ കാരുണികാനാം മുഖം പൂരയിതും പാരയതി അസ്മാകം പുനഃ അഹിചർമ്മഭൃതാം ഭൂതിമാത്ര വിഭവസ്യ ദരിദ്ര കാപാലികസ്യ പരിചാരകാണാം കോത്ര വിഭവ അധികരണം പ്രവേഷ്ടു. നമ്മളെ പോലെയുള്ള ആർക്ക്, അതായത് ആകെ കൂടി അഹിചർമ്മം, ഈ പാമ്പിന്റെ ചർമ്മമൊക്കെ എടുത്ത് ശരീരത്തിൽ അണിഞ്ഞുകൊണ്ട് നടക്കുന്ന, ഒന്നിനും വിലയില്ല, ഒന്നിനും വകയില്ലാത്ത ഈ നിസ്സാരന്മാരായ നമുക്ക് കോടതിയിൽ പോയി കേസ് കൊടുക്കാനൊക്കെ എന്ത് ധനമാണുള്ളത്? എന്താണ് നമുക്ക് അതിനുള്ള അർഹത എന്ന് ചോദിക്കുന്നുണ്ട്. ന്യായാലയങ്ങളെ കുറിച്ച് സാധാരണക്കാർക്കുള്ള ഈ സന്ദേഹത്തെ പാശുപതൻ ദൂരീകരിക്കുന്നത് ഇപ്രകാരമാണ്. ധന്യരും ധാർമ്മികരും കാപട്യം അശേഷം ഇല്ലാത്തവരും സ്ഥിരചിത്തരുമായ ന്യായാധീശന്മാരാണ് സ്തൂപങ്ങളെ പോലെ ധർമ്മസൗധത്തെ പരിരക്ഷിച്ചു പോരുന്നത്. അതുകൊണ്ട് തന്നെ അവസാനത്തെ അഭയസ്ഥാനവും ഇതുതന്നെയാണ്. അജിഹ്മൈഹി സാരഗുരുഭിഃ സ്ഥിരൈശ്ലക്ഷ്ണൈ സുജന്മഭിഃ തൈർധർമ്മോ ധാര്യതേ സ്തംഭൈഃ പ്രാസാദൈവ സാധുഭിഃ. വളവറ്റും കരുത്തുറ്റും ഇളകാതുള്ള തൂണുകൾ സൗധത്തെ പോലെ ധർമ്മത്തെ സാധുക്കളവർ താങ്ങുവോർ. ഈ സാധുക്കളാണ് ഈ ധർമ്മമാകുന്ന മഹാസ്തൂപത്തെ, സ്തംഭത്തെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നത്. ശീലം കൊണ്ടും ധർമ്മം കൊണ്ടും അദ്വിതീയരായവർ എന്ന് നമുക്ക് ഒരു പ്രതീക്ഷയുടെ വെളിപാട് നൽകുന്ന ഒരു വാക്യം ഈ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. നഗരത്തിലെ മാലിന്യ കൂമ്പാരത്തെ അനുകരിക്കുന്ന ഉന്മത്തകൻ, ഇത് അവസാനം വരുന്ന ഒരു കഥാപാത്രമാണ്. ഒരു ഉന്മത്തകൻ, ഭ്രാന്തനെ പോലെ സ്റ്റേജിൽ വരികയാണ്. തന്നെ അങ്ങനെ സംബോധന ചെയ്യുന്നവരോട് ഒന്ന് ചോദിക്കുന്നുണ്ട്, ഈ കപാലം സ്വീകരിച്ച് നിങ്ങൾ എനിക്ക് ആ ഉന്മത്തനെ ഒന്ന് കാണിച്ചു തരൂ എന്നാണ് ചോദിക്കുന്നത്. എല്ലാവരോടുമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. എല്ലാവരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ധർമ്മത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും ആചാരത്തിന്റെ പേരിലും ഭ്രാന്തന്മാരാണ്. അതുകൊണ്ട് എന്നെ മാത്രം ഇങ്ങനെ സംബോധന ചെയ്യാൻ എന്ത് ഹേതു? നിങ്ങൾ ഒന്ന് തിരിഞ്ഞു നോക്കൂ എന്ന് ഒരു ഉന്മത്തകനെ കൊണ്ടാണ് മഹേന്ദ്ര വിക്രമൻ ഈ കാര്യം പറഞ്ഞു വെക്കുന്നത് എന്നർത്ഥം. ധർമാന്ധത കൊണ്ട് നേരിനെ കാണാതെ പോയ ഒരു പറ്റം ഉന്മത്തകരെ സാമാജികന് കാണിച്ചു കൊടുക്കുകയാണ് ഇയാൾ ചെയ്യുന്നത്. മത്തവിലാസ പ്രഹസനം, ഇത്രയാണ് അതിലത്തെ ഈ കഥ അതായത് ഒരംഗം കൊണ്ട് അവതരിച്ചു പോരുന്ന ഈ ഭാഗം കൂടിയാട്ടമായിട്ട് സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോൾ അത് 3 ദിവസത്തെ കഥയായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അങ്ങനെ വരുമ്പോ ഇതിന് എന്തൊക്കെ മാറ്റങ്ങളാണ് അവർ വരുത്തുന്നത്? നമ്മുടെ ചാക്യാന്മാർ ഇത് എങ്ങനെയാണ് മാറ്റിയെടുത്തത് നിങ്ങൾ ആലോചിക്കണം. ആദ്യം നമ്മൾ പറഞ്ഞത് ഹാസ്യരസ പ്രധാനമാണ്. അതേപോലെ സമൂഹത്തെ, സമാജത്തെ, ധർമ്മത്തെ എല്ലാം എതിർക്കുന്ന ഒരു കൃതിയാണെന്ന് മനസ്സിലായി. എല്ലാം എന്താണ്? ചെറിയ ചെറിയ കഷ്ണങ്ങളെ കൊണ്ടാണ് എതിർപ്പ് പ്രകടിപ്പിക്കുന്നത്, അനീതികളെ ചൂണ്ടിക്കാണിക്കുന്നത്. അത് കഴിഞ്ഞ് ആ സാധനം തന്നെ ചാക്യാന്മാരുടെ കയ്യിൽ കിട്ടിയപ്പോൾ അത് വേറൊരു തരത്തിലായി മാറുകയാണ് ചെയ്യുന്നത്. നോക്കാം. മത്തവിലാസ പ്രഹസനം 3 ദിവസത്തെ കൂടിയാട്ടമായിട്ടാണ് അവതരിപ്പിച്ച് കാണുന്നത്. ഇന്നത് ചെയ്യുന്നത് സന്താന സിദ്ധിക്കുള്ള ഒരു വഴിപാടായി ഇത് മാറിയിരിക്കുന്നു എന്ന് വിചിത്രമാണ്.
കുട്ടികൾ ഇല്ലാത്തവര് എന്ത് ചെയ്യുന്നു? ചില ക്ഷേത്രങ്ങളിൽ ഈ വഴിപാട് കഴിപ്പിച്ചാൽ അതിന് ഫലം കിട്ടും എന്ന തരത്തിലേക്ക് ആ കലാരൂപം മാറിയിട്ടുണ്ട് എന്നർത്ഥം. സൂത്രധാരൻ പ്രവേശിച്ച് നാട്യമഹിമയെ പ്രകീർത്തിച്ചതിന് ശേഷം ദേവസോമയോട് കപാലി പറയുന്ന ഒരു വാക്യവും ദേവസോമയുടെ അംഗവർണ്ണനയും മാത്രമേ കൂടിയാട്ടത്തിൽ സ്വീകരിച്ചിട്ടുള്ളൂ. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. എന്തൊക്കെയാണ് ഈ നാടകത്തിലെ ഒന്നാം ഭാഗത്തിൽ ഇവർ രണ്ടുപേരും പറയുന്ന 2 വാക്യങ്ങൾ മാത്രമേ കൂടിയാട്ടക്കാരൻ അംഗീകരിച്ചിട്ടുള്ളൂ എന്നർത്ഥം. ഒന്നുകൂടി പറയാം. സൂത്രധാരൻ പ്രവേശിച്ച് നാട്യമഹിമയെ പ്രകീർത്തിച്ചതിന് ശേഷം ദേവസോമയോട് കപാലി പറയുന്ന ഒരു വാക്യം, അതേപോലെ ദേവസോമയുടെ അംഗവർണ്ണന, ഇതാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഇന്ന് കാണുന്ന മത്തവിലാസം പൂർണ്ണമായും ചാക്യാന്മാർ ചിട്ടപ്പെടുത്തിയതാണ്. അതിലാകട്ടെ ഹാസ്യത്തിന് യാതൊരു അവകാശവും ഇല്ല. ഒന്നാം ദിവസം നാട്യത്തിന്റെ സ്വരൂപം പ്രതിപാദിക്കുന്ന ശ്ലോകം വിസ്തരിച്ച് അവതരിപ്പിക്കുന്നു. ഈ നാട്യത്തിന്റെ സ്വരൂപം അവതരിപ്പിക്കുന്ന ശ്ലോകം എന്ന് വെച്ചാൽ മത്തവിലാസ പ്രഹസനത്തിലെ നാന്ദി പദ്യമാണ്. ആ നാന്ദി പദ്യത്തിലെ ആദ്യത്തെ 2 വരികളാണ് നാട്യശാസ്ത്രം എന്താണ് എന്ന് നമുക്ക് പറഞ്ഞു തരുന്നത്. അതൊന്ന് പറഞ്ഞു തരാം. ഭാഷാവേഷവപുക്രിയ ഗുണകൃതാനാശ്രിത്യ ഭേദാൻഗതം ഭാവാവേശവശാത് അനേകരസതാം ത്രൈലോക്യ യാത്രാമയം. ഭാഷ, വേഷം, വപുക്രിയ, ഇത് 3മാണ് നാട്യത്തിന്റെ 3 അംഗങ്ങൾ. വപുക്രിയ എന്ന് വെച്ചാൽ ശരീരചലനം, വേഷം എന്നുള്ളതിന് ആഹാര്യാദി കാര്യങ്ങൾ, ഭാഷ എന്ന് വെച്ചാൽ പ്രാകൃതം, സംസ്കൃതം തുടങ്ങിയ ഭാഷകൾ. ഇതിന്റെ സന്നിവേശം കൊണ്ടാണ് കലാരൂപം ഉണ്ടാവുന്നത് എന്നർത്ഥം. എന്നിട്ടോ അത് 3ഉം കഴിഞ്ഞിട്ട് ഈ 3 അടിസ്ഥാനപ്പെടുത്തി ഈ സമൂഹത്തിൽ ഭേദങ്ങളെ വരികയാണ് ചെയ്യുന്നത്. ചില മനുഷ്യർ ക്രോധമുള്ളവരാവും, ചിലർ സമാധാനചിത്തരായിരിക്കും. അവരുടെ അനുഭവങ്ങളാണ് കലാരൂപങ്ങളായിട്ട് മാറുന്നത് എന്നർത്ഥം. ഭാവാവേശവശാത് അനേകരസതാം ത്രൈലോക്യയോ യാത്രാമയം. ഈ ത്രിലോകത്തിൽ മനുഷ്യർ സഞ്ചരിക്കുന്ന മാർഗങ്ങൾ തന്നെയാണ് നാട്യത്തിന് ആധാരമായിട്ടുള്ളത്. ആ നാട്യത്തെ, ആ നൃത്തത്തെ, അങ്ങനെ ആ ചാലുകളെ ആരാണോ നോക്കിക്കാണുന്നത്, തിരിച്ചറിയുന്നത്, അങ്ങനെയുള്ള ആ കപാലി നിങ്ങളെ രക്ഷിക്കട്ടെ എന്നാണ് ഉത്തരാർത്ഥം. അപ്പൊ പൂർവാർത്ഥത്തിൽ നാട്യമഹിമയും, ഉത്തരാർത്ഥമാണെങ്കിൽ നൃത്തം എന്ന് പറയുന്ന വാക്കുകൊണ്ടാണ് തുടങ്ങുന്നത്. അതാണ് 2ാമത്തെ ദിവസം ഉപയോഗിക്കുന്നത് എന്നർത്ഥം. 1-ാം ദിവസം നാട്യത്തിന്റെ സ്വരൂപം പ്രതിപാദിക്കുന്ന ശ്ലോകം വിസ്തരിച്ച് അവതരിപ്പിക്കുന്നു. ഉത്തരാർത്ഥത്തിലെ ആദ്യ പദമായ നൃത്തത്തിന്റെ ഉത്ഭവമാണ് 2ാം ദിനം അവതരിപ്പിക്കുന്നത്. ഈ 2ാം ദിനം അവതരിപ്പിക്കുന്ന സമയത്ത് ഇവർ ഏത് കഥ എടുക്കണം എന്ന് ചോദിച്ചാൽ കുമാരസംഭവം 3-ാം സർഗത്തിലെ കാമദഹന വൃത്താന്തമാണ് 2ാം ദിവസം തുടങ്ങുക. കാമദഹനത്തിനുള്ള സാഹചര്യം വിശദമാക്കിയതിനു ശേഷം അനുക്രമം, സംക്ഷേപം എന്നീ ആട്ടസങ്കേതങ്ങൾ സ്വീകരിച്ച് കാമദഹനം മുതൽ വിപരീത ക്രമത്തിലും താരകാസുരവധം വരെ സംക്ഷേപമായും വർണ്ണിക്കുന്നു. കുമാരസംഭവം എന്നുള്ള പേരായ ഒരു കാവ്യത്തെ കുറിച്ച്, മഹാകാവ്യത്തിലെ പ്രതിപാദ്യമാണ് ഈ 2ാം ദിവസം നൃത്തത്തെ കുറിച്ച് പറയാൻ വേണ്ടി ചാക്യാന്മാർ അവതരിപ്പിച്ച് കാണിക്കേണ്ടത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എല്ലാ രസങ്ങളും ആടി ഫലിപ്പിക്കാൻ പറ്റിയ ധാരാളം സാഹചര്യങ്ങൾ ആ കാവ്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അവിടെ കഥ പറയുന്ന സമയം 2 രീതികളാണ്. ഒന്ന് അനുക്രമം എന്ന് പറയുന്നത്, ഇപ്പൊ പറഞ്ഞു നിർത്തിയതിൽ നിന്ന് പിന്നോട്ട് പോകുന്നതാണ് അനുക്രമം എന്നുള്ള അവസ്ഥ. അവിടെ നിന്ന് മുകളിലേക്ക് പോകുന്നത് സംക്ഷേപം എന്നുള്ള അവസ്ഥ. ഈ 2ഉം സങ്കേതങ്ങളാണ് കൂടിയാട്ടത്തിൽ. അത് 2ഉം അവലംബിച്ചുകൊണ്ട് കുമാർ സംഭവത്തിന്റെ ഇതിവൃത്തം മുഴുവൻ അവതരിപ്പിക്കുകയാണ് 2ാം ദിവസം ചെയ്യുന്നത് എന്ന്. തുടർന്നുള്ള നിർവഹണത്തിൽ ശിവപാർവതിമാരുടെ തപസ്സും സമാഗമവും കുമാരജനനവും അവതരിപ്പിക്കുന്നു. ഇപ്രകാരം സിദ്ധിച്ച കുമാരനെ സേനാനിയായി അവരോധിക്കലും ഇവിടെ അഭിനയിക്കുന്നു. തുടർന്ന് താരകാസുര നിഗ്രഹാനന്തരം രൂപമെടുത്ത രക്തബീജന്മാരെ നിഗ്രഹിക്കാനാവാതെ വന്നപ്പോൾ തൃക്കണ്ണിൽ നിന്ന് ഭദ്രകാളിയുടെ ഉത്ഭവം വിവരിക്കുന്നു. രക്തബീജന്മാരെ നശിപ്പിച്ചതിനു ശേഷവും വിശപ്പുമാറാത്ത ഭദ്രകാളി ദേവന്മാരെ ആക്രമിക്കാൻ അടുത്തപ്പോൾ ശ്രദ്ധ തിരിക്കാൻ ശിവൻ താണ്ഡവം ആരംഭിച്ചു.
ഇങ്ങനെ ചാക്യാന്മാർ നമുക്ക് നൃത്തത്തിന്റെ ഉൽപ്പത്തിയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു കഥ പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ലോകത്ത് നൃത്തം ഉണ്ടായത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതിന്റെ പശ്ചാത്തലമാണ് ഇപ്പോൾ ഒരുക്കിയത് എന്നർത്ഥം. ഭദ്രകാളിയും നൃത്തം തുടങ്ങി. രണ്ടുപേരും സർവം മറന്ന് നൃത്തം ചെയ്യുമ്പോൾ അവരിൽ നിന്ന് മാറി കേവലം പ്രേക്ഷകനായി വർദ്ധിക്കുകയും ചെയ്തു ശിവൻ. ഈ കാര്യം മഹേന്ദ്രവിക്രമൻ ഒന്നാമത്തെ പദ്യത്തിൽ പറയുന്നുണ്ട്. യ പ്രേക്ഷകശ്ച സ്വയം എന്ന് പറയുന്ന ഒരു ഭാഗം ഇതിലുണ്ട്. ഇങ്ങനെയാണ് നൃത്തോത്ഭവം എന്ന് വിശദമാക്കി സൂത്രധാരൻ അവസാനിപ്പിക്കുമ്പോൾ സാമാജികരായ ദേവന്മാർ തങ്ങൾക്കും ആ നൃത്തം കാണണമെന്ന് ആവശ്യപ്പെട്ടു. അത് അസാധ്യമാണെന്നും അതുപോലെ നൃത്തം ചെയ്ത ഒരു കപാലി ഈ വഴി നടക്കുന്നുണ്ടെന്നും അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നും പറയും. അങ്ങനെയാണ് ഈ സ്റ്റേജിൽ കപാലിക്കുള്ള അവകാശത്തെ സൂത്രധാരൻ സ്ഥാപിച്ചെടുക്കുന്നത് എന്നർത്ഥം. ഇപ്രകാരമുള്ള നൃത്തോൽപത്തി കഥയ്ക്ക് അവലംബം നാട്യശാസ്ത്രമാണെന്നാണ് പ്രൊഫസർ KP നാരായണ പിഷാരടിയുടെ അഭിപ്രായം. നിഹത്യ ദാനവാൻ ഘോരാൻ രുദ്രാനാം അതിരംഹസ നൃത്തം ഉൽപാദിതം പൂർവം ചിത്രം താണ്ഡവസപ്തിതം. നൃത്തം ഇങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെട്ടത്. ആ പുരുഷ നൃത്തത്തിന് താണ്ഡവം എന്ന പേരും വന്നു ചേർന്നു. ദേശകാലങ്ങളെ വിസ്മരിച്ചുകൊണ്ട് നടന വിസ്മയങ്ങളിൽ ആമുഗ്ധനായി പ്രേക്ഷകനായി വർത്തിക്കുന്ന ഒരവസ്ഥാവിശേഷം മഹേന്ദ്രവിക്രമൻ തന്റെ നാന്ദി ശ്ലോകത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. ഇത് എല്ലാ കലാകാരന്മാരും അനുഭവിച്ചു പോരുന്ന ഒരു വാസ്തവമാണ്. നാടകം ഒരു കഥാപാത്രമായിട്ട് നിൽക്കുന്ന സമയത്ത് അയാളിലുണ്ടാകുന്ന ഒരു നിർവൃതി, ഏതോ എൻ്റെ ഒരു അദൃശ്യനായ ഗുരുനാഥന്റെ കടാക്ഷം എന്നിൽ പതിക്കുന്നു എന്നുള്ള ഒരു വിശ്വാസം കലാകാരന്മാരുടെ അവസാനത്തെ സർട്ടിഫിക്കറ്റ് ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നുണ്ട്. ആ കാര്യം മഹേന്ദ്രവിക്രമൻ സൂചിപ്പിച്ചിട്ടും ഉണ്ട്. ഭാഷ, വേഷവിധാനം, ഗാത്രവിക്ഷേപം എന്നിവയുടെ ഗുണാതിരേകം കൊണ്ട് വൈവിധ്യത്തെ കൈവരിച്ചതും വിഭിന്നങ്ങളായ ഭാവാവേശത്താൽ അനേകരസത്വത്തെ പ്രാപിച്ചതും മുപ്പാരിലെയും ഗതിവിഗതികളുടെ സമഗ്രതയാർന്ന നൃത്തം യാതൊരാളാണോ നിർവഹിക്കുന്നത്, യാതൊരു അബാധിത ജ്ഞാന നിധിയാണോ പ്രേക്ഷകനായി ആസ്വദിക്കുന്നത്, അങ്ങനെയുള്ള ദിവ്യനായ കപാലി ഭൂമിയിൽ എല്ലായിടത്തും വ്യാപിക്കുന്ന യശസ്സിനെ നിങ്ങൾക്ക് നൽകട്ടെ. ഇവിടെ അവനിഭാജനം എന്നത് മഹേന്ദ്രവിക്രമന്റെ ഒരു ബിരുദമാണ്. സിതഛത്രിത കീർത്തിമണ്ഡലൻ എന്നൊക്കെ അർത്ഥം ഗ്രഹിക്കാവുന്ന ഒരു വിശേഷണവും ആകുന്നു ഇത്. ഇനി മൂന്നാം ദിവസത്തിൽ വരുന്ന കപാലി, മൂന്നാം ദിവസം രംഗത്തെത്തുന്ന കപാലി ഇങ്ങനെയാകുന്നു. ഭസ്മാലങ്കാര ഗൗരഹ ശശി കുസുമജടാ ശൂല കൗപീനധാരി നൃത്താരംഭ പ്രസക്തോ മുഖരടമരുകേ ദേവസോമാസഹായ പീത്വാ പീത്വാ കപാലാത് സഹ യുവതിസുരാം അട്ടഹാസം വിതന്വൻ ആധാവത്യേഷമത്ത സ്ഖലിതയുപ്പതയുഗ സത്യസോമ കപാലി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കപാലിയെ രംഗത്ത് അവതരിപ്പിക്കുന്നത്. അയാളുടെ വേഷം കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്താ ചെയ്യണത്? പീത്വ ധാരാളം പാനം ചെയ്തുകൊണ്ട് ആരാ സഹായമായിട്ട്? ദേവസോമ സഹായനായിട്ടാണ് രംഗത്തേക്ക് വരുന്നത് എന്ന് മൂന്നാം ദിവസത്തിൽ നമ്മൾ ഇയാളെ ഒന്ന് കാണുന്നുണ്ട് എന്നർത്ഥം. ഈ ചെമ്പരത്തിപ്പൂ കൊണ്ടൊക്കെയുള്ള മാലയാണ് കൂടിയാട്ടത്തിൽ ഇയാൾക്ക് പ്രത്യേകമായിട്ട് വിധിക്കുന്നത്. അയാളുടെ വേഷം അതിമനോഹരമായുള്ള വേഷവുമാണ് എന്നർത്ഥം. അരങ്ങത്തെത്തിയ കപാലി മധുരയെ സ്തുതിച്ചുകൊണ്ട് ആലപിക്കുന്ന ഒരു ശ്ലോകം വിസ്തരിച്ച് അഭിനയിക്കാറുണ്ട്. ഇത് നമുക്കൊക്കെ വിചാരിക്കാൻ പ്രയാസമുള്ള ഒരു ഭാഗമാണ്. മദ്യത്തെ നോക്കിയിട്ടൊരു പ്രാർത്ഥന. നമ്മുടെ പഴയ കാലത്തെ മദ്യപാനികൾ എന്ത് ചെയ്യാറുണ്ട്? അത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഗ്ലാസിന്റെ 4 ഭാഗത്തും തൊട്ട ഒരു തുള്ളി വെള്ളം പുറത്തേക്ക് തെറിപ്പിക്കുന്നത് പോലെ, ദേവതകൾക്ക് നൽകുന്നത് പോലെ കാണിക്കാറുണ്ട്. അതേപോലെ മധുരയെ നോക്കിയിട്ട് ഒരു ഗാനം, ഒരു ശ്ലോകമാണ്. ഭഗവതി മധിരേ മദസ്യ മാത ചഷകഗതാ ചകിതാസി കിം നമത്തഃ ചലിതധൃതിരഹം കിമസ്മി മത്തോ വിലസതി മത്തൈവാദ്യ ജീവലോക. ഞാൻ എത്രമാത്രം മത്തനായോ അതിനേക്കാളൊക്കെ ഇരട്ടി മത്തന്മാരായിട്ടാണ് ഈ ലോകത്തുള്ളവരെല്ലാവരും ഉള്ളത് എന്ന് മധിരാ ഭഗവതിയോട് പറയുന്ന ഒരു പദ്യാണത്. മതത്തിന്റെ മാതാവായ ഹേ മധിരാ ഭഗവതി, പാത്രത്തിൽ നിറഞ്ഞെന്നെ കാണുമ്പോൾ എന്തുകൊണ്ടാണ് ചകിതയാവുന്നത്? ചഞ്ചലയായ
ചഞ്ചലമായ ധൈര്യത്തോടു കൂടിയ ഞാൻ അഥവാ മതിച്ചവനാണോ? പരമാർത്ഥം പറഞ്ഞാൽ ഈ ജീവലോകം മതോന്മത്തരായാണല്ലോ വിളങ്ങുന്നത്. ഈ ശ്ലോകം ആടിയതിനു ശേഷം തപസ്സുകൊണ്ട് കാര്യങ്ങൾ സാധിക്കുമെന്ന നാടകവചനം പറഞ്ഞ് ഉദ്ഭിന്ന ശ്രമവാരി ബിന്ദുവദനം എന്ന ദേവസോമയുടെ സൗന്ദര്യം വർണ്ണിക്കുന്ന ശ്ലോകം ആടുന്നു. ഇവിടെ സത്യസോമൻ സ്റ്റേജിലെത്തിയാൽ ഞാൻ എങ്ങനെ ഇവിടെ വന്നു എന്ന് പറയണം. അതായത് കപാലിയായിട്ട് ഞാൻ ഇവിടെ വന്നതിന് കാരണം എന്താണ് എന്ന് പറഞ്ഞാലേ നിർവഹണം പൂർണ്ണമാവുള്ളൂ. അതും കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് പൂർവകഥ വിസ്തരിക്കുന്നുണ്ട്. ദേവസോമയെ വിവാഹം ചെയ്ത് സുഖമായി കഴിയും കാലത്ത് ഒരു ദിവസം യാത്രാമധ്യേ ചമത മുറിക്കുന്ന ബ്രഹ്മചാരികളെ കാണാനിടയായി. ഉപനയനം കഴിഞ്ഞിരിക്കുന്ന കുട്ടികൾ ചമതക്കോൽ എന്ന് എല്ലാ ദിവസവും ചമതയിടണം. അതിന്റെ കോല് മുറിക്കുന്ന കുട്ടികളായിരുന്നു. അത് ചെയ്യുന്ന സമയത്ത് മരത്തിൽ കയറാനൊരുങ്ങിയ ഉണ്ണിമാരെ വിലക്കിയതിനു ശേഷം സത്യസോമൻ തന്നെ മരത്തിൽ കയറി കൊമ്പ് വെട്ടാൻ തുടങ്ങി. നിർഭാഗ്യവശാൽ മഴു താഴെ വീഴുകയും ഒരു ഉണ്ണിക്ക് ജീവഹാനി പിണയുകയും ചെയ്തു. സംഭ്രാന്തനായ സത്യസോമൻ മൃതശരീരവും കൊണ്ട് ബ്രാഹ്മണ സഭയിലെത്തി അബദ്ധം ഏറ്റുപറഞ്ഞു. ബ്രഹ്മഹത്യാപാപത്തിന്റെ പേരിൽ സത്യസോമന് ഭ്രഷ്ട് കൽപ്പിക്കുകയും പാപം തീരുന്നതുവരെ ശിവനെ ഉപാസിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഉപാസനാനന്തരം പ്രത്യക്ഷപ്പെട്ട ശിവൻ തന്റെ വേഷം ധരിച്ച് മദ്യവും ആസ്വദിച്ച് നൃത്തം ചെയ്ത് നടന്നാലും എന്ന് നിർദ്ദേശിച്ചു. ഇപ്രകാരം കപാലിയുടെ പൂർവകഥ കൂടി വിസ്തരിച്ച് പ്രതിപാദിക്കുന്നതോടെ കൂടിയാട്ടം അവസാനിക്കുന്നു. അപ്പോ രംഗത്ത് അവതരിപ്പിക്കുന്ന കൂടിയാട്ടം ഒന്ന് വേറെയാണ്, ലിഖിതമായ രൂപത്തിൽ നമുക്ക് കിട്ടുന്ന മത്തവിലാസം ഒന്ന് വേറൊരു തരത്തിലാണ്. 250 വർഷങ്ങൾക്ക് മുമ്പ് പെരുവനം ക്ഷേത്രത്തിൽ ഈ കൂത്ത് നടത്തിയതിന്റെ ചരിത്രരേഖകളുണ്ട്. അന്ന് അതിന് നിശ്ചയിച്ചിരുന്ന പ്രതിഫലം 16 പണമായിരുന്നു. 8 പണം ചാക്യാർക്കും 8 പണം നങ്ങ്യാർക്കും നമ്പ്യാർക്കും കൂടി എന്നായിരുന്നു വ്യവസ്ഥ. സംഭരിക്കേണ്ട സാധനങ്ങളുടെ വിവരവും കലാകാരന്മാർക്ക് ദിവസച്ചെലവിനുള്ള വിഹിതവും കാണുന്നുണ്ട്. AD 6-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഈ പ്രഹസനം വിഭിന്നങ്ങളായ ധർമ്മങ്ങൾ പിന്തുടരുന്നവരിൽ പ്രകടമാവുന്ന അസഹിഷ്ണുതയും മതാന്ധതയും വിലയിരുത്തുവാൻ സഹായിക്കുന്നു. ബ്രാഹ്മണ മേധാവിത്വത്തെ കടന്നാക്ഷേപിക്കുമ്പോഴും ബൗദ്ധരുടെ സുഖലോലുപതയെ ഉപഹസിക്കുമ്പോഴും സമൂഹത്തിന്റെ കെട്ടുറപ്പിന് ആവശ്യമായ മാനുഷിക മൂല്യങ്ങളുടെ പ്രതിനിധാനം കൊണ്ട് കൃതി പ്രാധാന്യം അർഹിക്കുന്നു. പ്രഹസനത്തിന്റെ അവസാന ഭാഗത്ത് പ്രത്യക്ഷപ്പെടുന്ന അടയാളപ്പെടുത്തലിന് വിധേയനാവാത്ത ഒരു ഉന്മത്തകൻ ഈ കപാലം നിങ്ങൾ എടുത്തോളൂ, എനിക്ക് ഉന്മത്തനെ കാണിച്ചു തരൂ എന്ന് പറയുന്ന പ്രതീതിപരമായ വാക്യം രചനാസൗഷ്ഠവം പ്രകാശിപ്പിക്കുന്നു. ആക്ഷേപങ്ങളിലൂടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന ജീർണത അനാവരണം ചെയ്യുന്ന ഈ കൃതി കേരളീയ നാട്യവേദിയിൽ എത്തിയപ്പോൾ തികച്ചും ഭിന്നമായ ഒരു പരിവേഷം കൈവരിച്ചു. കൂത്തമ്പലങ്ങളിൽ അനുഷ്ഠാനമായി നടത്തിവരുന്ന ഈ കലാരൂപം സന്താന സൗഭാഗ്യത്തിനൊരു ആചാരമായി പരിണമിച്ചു. പെരുവനം, കൊട്ടിയൂർ, കരിവള്ളൂർ, ചെമ്മാണിയോട് എന്നീ സ്ഥലങ്ങളിൽ അടിയന്തര കൂത്തായി ഇന്നും ഇത് അനുഷ്ഠിച്ചു വരുന്നു. കപാലി എന്ന കഥാപാത്രവും സൂത്രധാരനും മാത്രമേ രംഗത്ത് വരാറുള്ളൂ. ആദ്യത്തെ 2 ദിനങ്ങൾ സൂത്രധാരൻ്റെതാണ്. 2-ാം ദിവസം കാളിദാസന്റെ കുമാരസംഭവ കഥ അവലംബിക്കാൻ കാരണം അതിലെ അനേക രസതയാവാം. നാഗസേനനെ പോലുള്ള ബൗദ്ധ കഥാപാത്രത്തെ ക്ഷേത്രാങ്കണത്തിൽ അവതരിപ്പിക്കുന്നത് സാമ്പ്രദായികമായ സാമാജികർക്ക് സ്വീകാര്യമാവില്ലെന്ന യുക്തിയും ഊഹിക്കാവുന്നതാണ്. അത് വളരെ ശ്രദ്ധേയമായൊരു വാസ്തവാണ്. മന്ത്രാംഗത്തിൽ രുമാണ്വൻ എന്ന് പറഞ്ഞൊരു ബുദ്ധൻ വരുന്നുണ്ട്. ആ ബുദ്ധനെ സ്റ്റേജിൽ പ്രവേശിപ്പിക്കാറില്ല. കിം ബ്രൂഷേ എന്ന് ചോദിച്ചുകൊണ്ട് അയാൾ ഉത്തരം പറയുന്നത് പോലെ ഇവിടെ അവതരിപ്പിച്ചിട്ടാണ് അയാളുടെ സാന്നിധ്യം അറിയിച്ചു തരുന്നത്. മഹേന്ദ്രവിക്രമൻ ഭാഷാപ്രയോഗത്തിൽ സ്വീകരിച്ച സൗഷ്ഠവം, മിതത്വം എന്നീ ഗുണങ്ങൾ അനുവാചകനെ ആനന്ദിപ്പിക്കുന്നതാണ്. അലങ്കാരങ്ങളെ വിളക്കിച്ചേർക്കുന്നതിലും അർത്ഥങ്ങളെ കോർത്തിണക്കുന്നതിലും സാമർഥ്യം അന്യാദൃശം ആകുന്നു. ഇപ്രകാരം നമുക്ക് സിദ്ധമായ AD 680 കാലത്ത് നമുക്ക് സിദ്ധമായിട്ടുള്ള ഈ എഴുതിയിട്ട ഈ കൃതി എന്ത് ചെയ്തിട്ടുണ്ട്? മലയാളിയുടെ മനസ്സിൽ കൂടിയാട്ടത്തിന്റെ രൂപത്തിൽ വന്ന്
പുനർവായനയ്ക്ക് വിധേയമായി നല്ല ഒരു ഹാസ്യകൃതിയായിട്ട് സമൂഹ വിമർശന പരത ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥമായിട്ട് മാറിയിട്ടുണ്ട് എന്നതാണ് ഇതിന്റെ മഹത്വം. ഇന്നത്തെ പല മൂല്യങ്ങളെയും ഇത് ചിത്രീകരിച്ചിട്ടുണ്ട്, മൂല്യച്യുതികളെ അനാവരണം ചെയ്യുന്നുണ്ട്, മിതമായ ഭാഷയിൽ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കേണ്ട ആവശ്യത്തെ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ സംസാരിക്കാൻ ഒരു അവസരം തന്ന ഇതിന്റെ ഭാരവാഹികളോ എല്ലാവരോടും ഉള്ള കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കും.